തിരുവല്ല നെടുമ്പുറം സ്വദേശിനിയുടെ ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച വീടിന്റെ നിർമ്മാണം മുടങ്ങിയിട്ട് 3 വർഷങ്ങൾ പിന്നിട്ടു. ഇവർ ഇപ്പോൾ താമസിക്കുന്ന ഷെഡ് ഏത് നിമിഷവും തകർന്ന് പാടത്ത് പതിക്കാവുന്ന അവസ്ഥയിലാണ്. നെടുമ്പുറം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ കോച്ചേരിമുക്ക് കണ്ടനാട് ചിറയിൽ ശശികലയുടെ വീടാണ് നിർമ്മാണം നിലച്ച് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. 2021-22 വർഷത്തെ ലൈഫ് പദ്ധതിയിലാണ് ശശികലയ്ക്ക് വീട് ലഭിച്ചത്. വീടിന്റെ റൂഫ് വാർക്കയും മറ്റു പണികളും ശേഷിക്കുമ്പോഴാണ് പണി പൂർണ്ണമായും നിലച്ചത്. നിർമ്മാണം നിലച്ച് വർഷങ്ങൾ പിന്നിട്ടതോടുകൂടി കട്ടിളയും ജനൽ കട്ടിളകളും ഉൾപ്പെടെ ദ്രവിച്ചു കഴിഞ്ഞു. വീടിന്റെ ഫൗണ്ടേഷൻ ജോലികൾ തുടങ്ങിയപ്പോഴാണ് ശശികല രോഗബാധിതയായി ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയത്. ഇതോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ താളം തെറ്റി. നിർമ്മാണത്തിന് ആവശ്യമായ 2-ാം ഗഡു ലഭിച്ചിരുന്നു. 3 ലക്ഷം രൂപയാണ് ആകെ ലഭിച്ചത്. ശശികലയുടെ ചികിത്സയ്ക്ക് വലിയ ബാധ്യതയുമുണ്ടായി. ഇപ്പം തരാൻ പദ്ധതി പൂർത്തീകരിച്ച് കാണിച്ചാലേ അവർ പൈസ തരത്തുള്ളൂ പറഞ്ഞു. അവർ വന്ന് നോക്കിയോ? അവർ വന്ന് നോക്കിയിട്ട് പോയി. അവർ കൂടെ വന്ന സർക്കാരന്മാരെല്ലാവരും പറഞ്ഞു അത് കൊടുത്തിരുന്നെങ്കിൽ ഈ കൊച്ചിത് വാർത്ത് കിട്ടിയേനെ പറഞ്ഞു. കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഇതുവരെയായിട്ട് അവർ തരാൻ മനസ്സ് കാണിച്ചു. പഞ്ചായത്ത് മെമ്പർ എന്താ പറയുന്നത്? മെമ്പർമാരൊക്കെ കൊടുക്കുന്ന അവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അത്രയേ ഉള്ളല്ലോ. ബാക്കിയുള്ള കട ഒത്തിരി ഉണ്ടായിരുന്നു. അതുമൊക്കെ വീട് ഇവിടുന്ന് തന്നെ കൂലിച്ചെലവായിരുന്നു. ഞങ്ങൾക്ക് അന്ന് ഇനി വരെ റോഡില്ലായിരുന്നു. ഇതിന് മണ്ണടിച്ചതും എല്ലാം ഒത്തിരിയും പൈസ അങ്ങനെയൊക്കെ ചിലവായി. പിന്നെ നമ്മൾ എന്തോ ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഈ കിടക്കുന്ന ഷെഡ് കണ്ടില്ല. എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. വീട് നിർമ്മാണം ആരംഭിച്ചപ്പോൾ സമീപമുള്ള പാടത്തേക്ക് ഇറക്കി തൂണിന്മേൽ ഷെഡ് നിർമ്മിച്ചാണ് ശശികലയും കുടുംബവും കഴിഞ്ഞു വന്നിരുന്നത്. ഈ ഷെഡ് അപകട ഭീഷണിയിലായതിനെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന മകൾ വാടക വീട്ടിലേക്ക് മാറി. പഞ്ചായത്തിൽ നിരവധി തവണ കയറി ഇറങ്ങിയിട്ടും ബാക്കി പണം ലഭിച്ചില്ല എന്ന് ശശികല പറഞ്ഞു. നശിച്ചുപോയ കട്ടിളകൾ ഉൾപ്പെടെ മാറ്റിവെക്കേണ്ട അവസ്ഥയിലെത്തി. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീട് പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ശശികലയ്ക്കുള്ളത്.